അറിവില്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ തീരുമാനിക്കുന്നില്ലേ? നല്ല ചില ഓപ്പർച്യൂണിറ്റികൾ കിട്ടിയിട്ടും എനിക്ക് അത്രയും പ്രാപ്തിയില്ല എന്നതിൻ്റെ പേരിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ തുടങ്ങുന്ന, അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാൻ തുടങ്ങുന്ന ആ ഒരു കാര്യം അരുത് എന്നാണ് കർത്താവ് പറയുന്നത്. ഞാൻ നിനക്ക് തുറന്നിരിക്കുന്ന ഒരു നല്ല അവസരമാണ്. അത് ഒഴിവാക്കുക എന്നത് എൻ്റെ പദ്ധതിക്ക് നേരെ വിപരീതമായൊരു ആലോചനയാണ്. ഒരു കാരണവശാലും അത് ഒഴിവാക്കരുത്. നിനക്കറിവില്ലെങ്കിൽ പോലും, പ്രാപ്തിയില്ലെങ്കിൽ പോലും മുന്നോട്ടേക്ക് പോകാൻ തയ്യാറാണെങ്കിൽ വേണ്ട മുഴുവൻ ബലവും ഞാൻ നിന്നിൽ തരുമെന്ന് കർത്താവ് നിങ്ങളോട് പറയുന്നു. അതെത്ര വലിയ അസൈൻമെൻ്റ് ആയാലും, എത്ര വലിയ മിനിസ്ട്രി ആയാലും, എത്ര വലിയ കാര്യമായാലും ദൈവം നിങ്ങളെ സഹായിക്കും. ഈ കുഞ്ഞു സമയങ്ങൾ കൊണ്ട് തന്നെ വലിയ കാര്യങ്ങൾ കൈവരിക്കാൻ, ചെറിയ പ്രായത്തിൽ തന്നെ വലിയ ഉയർച്ചകളിലേക്ക് എത്തിപ്പെടാനുള്ള ദൈവം ചില തലമുറകളെ തൊട്ടഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കുന്ന ഒരു സമയം വന്നിരിക്കുകയാണ്. ഇന്നത്തെ ദൂത് വളരെ സ്പെഷ്യലാണ്. ഒരുപാട് പേർക്ക് അവരുടെ ജീവിതത്തിൻ്റെ പോരായ്മകൾ, കുറവുകൾ ഇതൊക്കെ വിലയിരുത്തിക്കൊണ്ട് എന്നെ ഇനിയും കൊള്ളില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആ ഒരു തലത്തിൽ നിന്നും കർത്താവിൻ്റെ കൈയുടെ ബലം എന്ന ഒറ്റ കാരണം കൊണ്ട് വലിയ നേട്ടങ്ങളെ സ്പർശിക്കാനുള്ളൊരു ഭാഗ്യം ഇന്നത്തെ ദൂതിലൂടെ കർത്താവ് ഒരുക്കുകയാണ്. ഈ ദൈവാലോചനയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും ഈ ദിവസങ്ങളിൽ പ്രവചനദൂത് കേൾക്കുന്ന സ്നേഹനിധികളായ എല്ലാ സഹോദരങ്ങളെയും വലിയവനും ഉന്നതനുമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ വളരെ സന്തോഷത്തോടെ ഇന്നത്തെ ഈ പ്രവചനദൂതിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയാത്മന ഞാൻ സ്വാഗതം ചെയ്യുന്നു. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനം. പിന്നെ യഹോവ കൈനീട്ടി എൻ്റെ വായയെ തൊട്ടു, ഞാൻ എൻ്റെ വചനങ്ങളെ നിൻ്റെ വായിൽ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒഴിവുകഴിവുകൾ പറയുന്ന ചില പ്രത്യേക സമയങ്ങളിൽ നമ്മൾ എന്തൊക്കെ കാരണങ്ങൾ നിർത്തിയാണോ ചില കാര്യങ്ങളിൽ നിന്ന് പുറകോട്ട് വലിയുന്നത്, അതിൽ നമ്മെ പ്രഗത്ഭരാക്കി തീർക്കാൻ തൻ്റെ തിരിക്കരം നീട്ടുന്നവനാണ്. നിങ്ങൾ തോറ്റു പിന്മാറാൻ വരട്ടെ കേട്ടോ. അറിവില്ലായ്മ നിമിത്തം ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ വരട്ടെ. കർത്താവിൻ്റെ ഇടപെടലുണ്ടാകാൻ പോവാണ്. പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെയാണ് ഇന്ന് രാവിലെ പറയുന്നത്. നിങ്ങളുടെ അറിവില്ലായ്മയും പരിചയക്കുറവും നിമിത്തം നിങ്ങൾ ചില കാര്യങ്ങളിൽ നിന്ന് വേണ്ടാന്ന് വെച്ച് പുറകോട്ട് മാറുന്നതിൽ നിന്നും കർത്താവ് നിങ്ങളെ വിലക്കുന്നു. നീ ഒരു കാരണവശാലും ഇത് നിർത്തരുത്. ഞാനിത് നിനക്ക് വേണ്ടി ഒരുക്കിയതാണ്. നീ മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ നിനക്ക് മിടുക്കനാകാനുള്ള പ്രാപ്തി, നിന്നെ മിടുക്കിയാക്കാനുള്ള കൃപ ഞാൻ നിന്നിൽ തരുമെന്നാണ് കർത്താവ് പറയുന്നത്. വലിയൊരു പ്രവാചകനാകുവാൻ ദൈവം ജെറമ്യാവിനെ വിളിച്ചു. ജെറമ്യാ ദൈവത്തോട് ഒഴിവുകഴിവ് പറഞ്ഞു. ഞാൻ ബാലനാണ്. ആ ഒറ്റ വാക്കിലുണ്ട് അയാൾ പറഞ്ഞതിൻ്റെ എല്ലാ കാരണങ്ങളും. എനിക്ക് പ്രായം കുറവാണ്, എനിക്ക് പക്വതയില്ല, എനിക്ക് അനുഭവങ്ങളില്ല. മറ്റുള്ളവരുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ കർത്താവേ, ഞാൻ ഒരുപാട് പരാതികളും പഴികളും ഇതിനകത്ത് കേൾക്കും. അതുകൊണ്ട് എന്നേക്കാൾ അനുഭവമുള്ള, എന്നേക്കാൾ പ്രാപ്തിയുള്ള മറ്റൊരാളെ അവിടത്തേക്ക് തിരഞ്ഞെടുക്കാം. ഈ ഒരു വല്ലാത്ത വേദന നിറഞ്ഞ തൻ്റെ ആവലാതിയാണ് ആ ഒരൊറ്റ വാക്കിൽ ആ ചെറുപ്പക്കാരൻ ദൈവത്തോട് പറയുന്നത്. പക്ഷെ ദൈവം അയാളെ ഒഴിവാക്കാൻ തയ്യാറായില്ല. കൈ നീട്ടി തൊട്ടു. എനിക്ക് സംസാരിപ്പാൻ അറിയില്ല. ഒരുപക്ഷെ നിങ്ങൾക്കിന്ന് ലാംഗ്വേജ് അറിയില്ലായിരിക്കും. ഒരു പുതിയ രാജ്യത്തേക്ക് പോകാനൊരു അവസരം വന്നിരിക്കുന്നു. ഒരു പുതിയ ജോലിക്ക് പോകാൻ, ഒരു പുതിയ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ഗോൾഡൻ ചാൻസ് വന്നിരിക്കുക. പക്ഷെ നിങ്ങൾക്കറിയില്ല ലാംഗ്വേജ്. പക്ഷെ ഞാനിന്ന് നിങ്ങളോട് പറയട്ടെ, നിൻ്റെ ഈ കുറവ് ദൈവം പരിഹരിക്കും. ദൈവത്തിൻ്റെ ഈ ആലോചന ഇന്ന് രാവിലെ നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങൾ എന്തൊക്കെയോ വേണ്ടാന്ന് വെക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഈ തീരുമാനത്തെ തമ്പുരാൻ പൊളിക്കാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. നിങ്ങൾക്ക് ചില അനുഗ്രഹങ്ങൾ ദൈവം ചൊരിയാൻ പോവുകയാണ്. അന്യഭാഷകൾ സംസാരിക്കുന്ന വിദേശികളുടെ നടുവിൽ നിങ്ങൾ നിൽക്കും. ഇന്ന് വരെ എത്താത്ത ചില ഇടങ്ങളിൽ നിങ്ങൾ കാലുകുത്തും. നിങ്ങൾക്ക് ഇതുവരെ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ദൈവം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും. അതിന് നിങ്ങൾക്കുള്ള എല്ലാ കുറവുകളും കർത്താവ് താൻ നേരിട്ട് തൻ്റെ തൃക്കരം തൊട്ട് പരിഹരിക്കും. നിങ്ങൾക്ക് പോരായ്മയുള്ളത് നികത്താൻ ദൈവത്തിൻ്റെ തിരുക്കരം ഇന്ന് രാവിലെ നീട്ടപ്പെടുകയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ധൈര്യപൂർവ്വം കർത്താവിൻ്റെ ആലോചനയ്ക്ക് ഇന്ന് രാവിലെ കീഴ്പ്പെടുക. ആമേൻ. ഒരു കാര്യം വ്യക്തമായിട്ട് ഞാൻ പറയാം. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്നേ നാഴിക വരെ നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത ചില പുതിയ കാര്യങ്ങളിൽ ദൈവം നിങ്ങളെ നിർത്താൻ പോവുകയാണ്. ഇന്നേ വരെ ചെയ്തിട്ടില്ലാത്ത ചില പുതിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. അതൊരു പക്ഷേ പുതിയ ജോലിയോ, പുതിയ രാജ്യത്തേക്കുള്ള യാത്രയോ, പുതിയ ചില ഉത്തരവാദിത്തങ്ങളോ, പുതിയ ചില മിനിസ്ട്രിയോ, ഇങ്ങനെ എന്തുമാകാം.
നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ചിലത്, എന്നെക്കൊണ്ടൊരിക്കലും ചെയ്യാൻ പറ്റത്തില്ല എന്ന് നിങ്ങൾ കരുതുന്ന ചില കാര്യങ്ങൾ ദൈവം അത് നിങ്ങളെക്കൊണ്ട് ചെയ്യിക്കുമെന്ന് തന്നെ ഇന്ന് രാവിലെ വിളിച്ചു പറയുന്നു. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഞാൻ പറയാം. ഈ ചെറിയ സമയം കൊണ്ട്, ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങളിൽ ചിലർ വലിയ ഉയരങ്ങളിലെത്തും. കർത്താവിൻ്റെ ആത്മാവ് പറയുന്ന ഈ ദൂത് നിങ്ങളുടെ തലമുറയുടെ തലയിൽ കൈവച്ച് നിങ്ങൾ ഇന്ന് രാവിലെ ഏറ്റെടുത്തോണം. നിങ്ങളുടെ കുഞ്ഞിനെ വിളിച്ച് നിങ്ങളൊരു വാക്ക് പ്രാർത്ഥിച്ച് ഈ വാഗ്ദത്തം അവരുടെ തലമേൽ നിങ്ങൾ അപ്ലൈ ചെയ്തോണം. കാരണം അത്രമാത്രം ശക്തമേറിയതാണ്. ഒരുപാട് പേർ ഒരുപാട് കാലം കാത്തിരുന്നിട്ട് കിട്ടാത്ത ചിലത് നിങ്ങളുടെ കുഞ്ഞിന് ചെറുപ്രായത്തിൽ തന്നെ ദൈവം സ്വായത്തമാക്കാനുള്ള കൃപ കൊടുക്കുകയാണ്. കുഞ്ഞു പ്രായത്തിൽ തന്നെ, ചെറിയ കാലത്ത് തന്നെ, ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിക്കാൻ, ഉയരങ്ങളിലെത്താനുള്ള വലിയൊരു കൃപ ദൈവത്തിൻ്റെ ആത്മാവ് ചൊരിയുകയാണ്. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി പറയട്ടെ, നിങ്ങളുടെ അനുഭവ പരിജ്ഞാനമോ മറ്റു കാര്യങ്ങളൊക്കെ അതൊരു വഴിക്ക് മാറി നിൽക്കട്ടെ. നിങ്ങൾക്ക് പ്രാപ്തിയില്ലാത്ത ചില കാര്യങ്ങൾ ദൈവം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്ന ദിവസമാണിത്. കർത്താവിൻ്റെ ആത്മാവിനോട് പറയുന്നു, ചെറിയ കാര്യങ്ങൾ അതുപോലും ഏറ്റെടുക്കാൻ കഴിയാത്ത വിധം മാനസികമായിട്ട് ഭയപ്പെട്ട് പിന്മാറിയ ചിലരെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ദൈവം വലിയ കാര്യങ്ങൾക്ക് പ്രാപ്തരാക്കി തീർക്കാൻ പോവാണ്. സന്തോഷത്തോടെ കർത്താവ് യേശുവപ്പയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. മൂന്നാമതൊരു പ്രധാനപ്പെട്ട കാര്യം ദൈവാത്മാവ് പറയുന്നു, വൃദ്ധന്മാർക്കും വിവേകികൾക്കും മാത്രമുള്ളത്, അല്ലെങ്കിൽ അവരെക്കാൾ കവിയുന്ന ഒരു പരിജ്ഞാനം നിങ്ങൾ ഏർപ്പെടാൻ പോകുന്ന മേഖലയിൽ കർത്താവ് തൻ്റെ തിരിക്കരം നീട്ടി നൽകാൻ പോവുകയാണ്. ദൈവം തൻ്റെ കരം നീട്ടുമ്പോൾ വൃദ്ധന്മാർക്കും വിവേകികൾക്കും മാത്രമായിട്ടുള്ള ഉന്നതമായ പരിജ്ഞാനം, ഒരു വലിയ മെച്യൂരിറ്റി, പ്രായത്തെ കവിയുന്നൊരു പക്വത ദൈവം നിങ്ങൾക്കതിൽ തരും. നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും നിങ്ങൾ ശ്രേഷ്ഠരാണെന്ന് നിങ്ങളുടെ കേപ്പബിലിറ്റി സമ്മതിച്ച് തന്നിരിക്കുന്നു. നിങ്ങളുടെ കഴിവ് ഭയങ്കരം തന്നെ. ഇപ്രകാരം നിങ്ങളെ അഭിനന്ദിക്കുന്ന വിധത്തിൽ നിങ്ങൾക്ക് മറ്റുള്ള പലരുടെയും മുമ്പിൽ ഒരു സ്വീകാര്യതയും പ്രശംസയും നൽകുന്ന നിലയിൽ ദൈവത്തിൻ്റെ തിരുക്കരം നിങ്ങളെ തൊടുവാനായി നീട്ടുകയാണ്. ഫൈനലി ഒറ്റ വാക്ക് പറഞ്ഞു നിർത്താം. അറിവില്ലാത്തതിൻ്റെ പേരിൽ നീ ഒഴിവാക്കാൻ നിർത്തുന്നത്, അല്ലെങ്കിൽ ഒഴിവാക്കിയേക്കാമെന്ന് നീ ചിന്തിക്കുന്നത് നിർത്തുക. നീ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരോധമായിട്ടാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. മുന്നോട്ടേക്ക് തന്നെ പോവുക. എൻ്റെ കരം കൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഞാൻ നിന്നെ വലിയ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കും. ഞങ്ങളുടെ കർത്താവേ, അരുളി ചെയ്ത ദൈവിക ദൂതുകളുടെ മുമ്പിൽ ഞങ്ങളുടെ ഹൃദയം തുറന്ന് ഞങ്ങൾ ഈ വാഗ്ദാനം ഏറ്റെടുക്കുകയാണ്. യേശു ഞങ്ങളെ നിർത്തുമെന്ന് പറഞ്ഞു നിർത്തി ഞങ്ങൾ നിൽക്കും. കർത്താവ് ഞങ്ങളെ പെരുവെള്ളത്തിൽ നിർത്തുവാൻ മതിയായവനാണ്. തീച്ചൂളയിലും വേഗാതെ നിർത്താൻ ശക്തനാണ്. പരിസരങ്ങൾ, അന്തരീക്ഷങ്ങൾ എന്തു തന്നെയായാലും എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. ഇന്നത്തെ ദൈവിക ദൂതിന് മുമ്പിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ, എന്നെ നീ ഉപയോഗിക്കണമേ, ഞാൻ തയ്യാറാണേ എന്ന് പറയുന്ന അനേക പ്രിയപ്പെട്ട മക്കളുണ്ട്. അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ തിരുക്കരം ഇപ്പോൾ നീട്ടി ഇവരിൽ അപര്യാപ്തമായതും ഇവരിൽ കുറവുള്ളതും നികത്തിക്കൊണ്ട് അങ്ങയുടെ നിറവ് ഇവരുടെ പകരുന്നതിനായിട്ട് സ്തോത്രം. ഇന്നത്തെ ദിവസം ഗംഭീരമാകട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരുപാട് കൃപ പകരുന്ന ഒരു ദിവസമാണിത്. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും കോട്ടയത്ത് നമ്മളുടെ ലോഗോസ് ജംഗ്ഷനിൽ നിന്നും പോലീസ് പരേഡ് ഗ്രൗണ്ടിലേക്ക് പോകുന്ന വഴിയിൽ മുഗൾ പാലസിന് എതിർവശത്തുള്ള മന്നാകുളത്തിൽ ബിൽഡിങ്ങിൻ്റെ 7ാം നിലയിൽ നമ്മളുടെ വിശുദ്ധ കൂട്ടായ്മകൾ നടക്കുന്നു. നിങ്ങളെ വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും ഞാൻ അവിടേക്ക് ക്ഷണിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത് കണ്ടാൽ മാത്രം പോരാ, ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ എപ്പോഴും 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 ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.